ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അടുത്ത പോർഷനാണ് ഗാട്ട് ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഏരിയയാണ് ഗാട്ടും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു. ഇപ്പോഴത്തെ ബിസിനസ് ഒക്കെ ഇന്റർനാഷണൽ ഇതിലാണ്. ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ ഗ്ലോബൽ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. റിസർച്ച്, ടെക്നോളജി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, ഡിസ്ട്രിബ്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്സ് ഒക്കെ ഗ്ലോബൽ ഡൈമെൻഷനിലാണ് പോകുന്നത്. ഈ എല്ലാ തരത്തിലുള്ള ബിസിനസ്സും കോമ്പീറ്റ് ഇൻ ആൻ ഇൻക്രീസിംഗ്ലി ഇൻഡിപെൻഡന്റ് ഗ്ലോബൽ ഇക്കോണമി. ഗ്ലോബൽ ഇക്കോണമിയില് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയറമെന്റിൽ കോമ്പീറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാനായിട്ടാണ് എല്ലാ ബിസിനസ്സും നോക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനിയുടെയും എയിം എന്തായിട്ട് വരുന്നു? ഗോ ഇന്റർനാഷണൽ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഈവന്റ്സും ഇങ്ങനെയുള്ള ട്രെൻഡ്സും ഇതിനെ എഫക്ട് ചെയ്യുന്നു? ഗ്ലോബൽ ബിസിനസിനെ എഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബിസിനസ് എന്നുള്ളത് വളരെ ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്റർനാഷണൽ ബിസിനസിന്റെ ഷേപ്പ് തന്നെ ഇതിന്റെയൊക്കെ ഫലമായിട്ട്, ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ റീജിയണൽ ഫ്രീ ട്രേഡ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രെൻഡ് ടുവേഴ്സ് അക്സെപ്റ്റൻസ് ഓഫ് ഫ്രീ മാർക്കറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ ഈ മൊബൈൽ ഫോൺസ്, ഗ്ലോബൽ മീഡിയ, ഇതിനെയൊക്കെ വളരെ ബോർഡേഴ്സ് ഒക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടു മാനേജ് റിസോഴ്സസ് ആൻഡ് ഗ്ലോബൽ എൻവയറമെന്റ് പ്രോപ്പർലി. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇന്റർനാഷണൽ ബിസിനസിന്റെ ഫലമായിട്ട് ഗ്ലോബലായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുള്ള ഇമ്പാക്ട്. അപ്പൊ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സക്സസർ ഓഫ് എ ഗാട്ട്. ഗാട്ട് ഒരു കാലം വരെ നിലനിന്നിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ളതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആണ് ഗാട്ട് എന്ന് പറയുന്നത്. ഗാട്ട് എന്നുള്ളത് ഒരു മൾട്ടിലാറ്ററൽ ട്രീറ്റി ആയിട്ട് വരുന്നു. അതിൽ 96 ഗവൺമെന്റ് ഉണ്ടായിരുന്നു, 31 കൺട്രീസ് ഉണ്ടായിരുന്നു. ഹാഡ് അപ്ലൈഡ് ഗാട്ട് റൂൾസ് ഡി ഫാക്ടോ. ഗാട്ട് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്, മൾട്ടിനാഷണൽ ട്രീറ്റി ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് എ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. ഇറ്റ് വാസ് എ ഫോറം. ഗാട്ട് റൂൾസ് പ്രൊവൈഡഡ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. ഗാട്ട് വാസ് എ പെർമനന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇറ്റ്സ് ഫംഗ്ഷൻ വാസ് ടു കോൾ ഇന്റർനാഷണൽ കോൺഫറൻസ് ടു ഡിസൈഡ് ഓൺ ട്രേഡ് ലിബറലൈസേഷൻ ഓൺ എ മൾട്ടിലാറ്ററൽ ബേസിസ്. അപ്പൊ ഇതൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനേക്കാൾ മുൻപ് ഗാട്ടിലുണ്ടായിരുന്നത്. ഈ ഗാട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്: ടു ഫോളോ അൺകണ്ടീഷണൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ, to carry on trade on the principle of non-discrimination, reciprocity, and transparency. The grant protection to domestic industry to tariff only, to liberalize tariff and non-tariff measures. ഇതൊക്കെയാണ് ഗാട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഈ ഗാട്ടിന്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ വാസ് ആൻ ഏരിയ ഇൻ ഗാട്ട് വിച്ച് വാസ് വയലേറ്റഡ് ബൈ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ്. അഗ്രികൾച്ചറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഡെവലപ്ഡ് കൺട്രീസ് ഡിവൈസ്ഡ് കൊമോഫ്ലാഗ്ഡ് ടാറ്റിക്സ് ടു നോട്ട് ടു ഫോളോ ദി ഗാട്ട് റൂൾസ്. വലിയ വലിയ രാജ്യങ്ങളൊക്കെ, ഭയങ്കര പത്രാസിൽ പോകുന്ന രാജ്യങ്ങളൊക്കെ ഗാട്ടിന്റെ റൂൾസ് ഒന്നും ഫോളോ ചെയ്തിരുന്നില്ല. ഗാട്ട് റോൾ വാസ് അണ്ടർമൈൻഡ്. ഗാഡ്സിന്റെ റോൾ അത്രയ്ക്കും എല്ലാവരും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നു. സേഫ് ഗാർഡ് റൂൾസ് ഒക്കെ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രൊസീജിയർ ഫോർ സെറ്റിൽമെന്റ് ഡിസ്പ്യൂട്ട് ഡിഡ് നോട്ട് ഹാവ് എ ലീഗൽ ബൈൻഡിങ്. ഒരു ട്രേഡ് ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സെറ്റിൽ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, പക്ഷെ അതിനൊന്നും ലീഗൽ ബൈൻഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ഡ്രോബാക്സ് ഗാട്ടിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇവല്യൂഷൻ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത്? യുറിഗൈ റൗണ്ട് ഗാട്ട് നെഗോഷിയേഷൻ കൺക്ലൂഡഡ് ഓൺ April 15, 1994 അറ്റ് മാർക്കേഷ്, മൊറോക്കോ, ഇന്ത്യ, along with 123 ministers beside. മാർക്കാഷ്, മൊറോക്കോയിലെ മാർക്കാഷ് എന്ന പറഞ്ഞ സ്ഥലത്ത് 1994 ഏപ്രിൽ 15 ഒരു ഗാട്ടിന്റെ ഒരു റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന പോലെ യൂറിഗോയ് റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയും 123 രാജ്യങ്ങളിലെ മിനിസ്റ്റേഴ്സും അതിൽ പങ്കെടുത്തിരുന്നു. ഇൻകോർപ്പറേറ്റിംഗ് 8th റൗണ്ട് ഓഫ് മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻ. അതിന്റെ ഫൈനൽ ആക്ട് നിലവിൽ വന്നപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഗ്രിമെന്റ് വിച്ച് കവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരണമെന്നും അത് എല്ലാ ഏരിയയും കവർ ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ എല്ലാ റൂൾസും അതിൽ വരണമെന്നുള്ളതും അങ്ങനെ മിനിസ്റ്റീരിയൽ ഡിസിഷൻസ് അവരുടെ ഡിക്ലറേഷൻസ് ഒക്കെ വന്നതിന് ശേഷമായിട്ട് കവറിങ് ട്രേഡ് ഇൻ ഗുഡ്സ് സർവീസസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്ലൂരിലാറ്ററൽ ട്രേഡ് ഇതൊക്കെ വന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഇമ്പോർട്ടൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെന്റ് ഈസ് ഇൻ ഫാക്ട് യൂറിഗോയിക് റൗണ്ട് എഗ്രിമെന്റ്സ് വെയർ ബൈ ദ ഒറിജിനൽ ഗാട്ട് ഈസ് നൗ പാർട്ട് ഓഫ് എ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അങ്ങനെ ആ റൗണ്ടിൽ എല്ലാവരും തീരുമാനിച്ചു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഗാട്ട് എന്നുള്ളത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒരു പാർട്ടായി. എഗ്രിമെന്റ് വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം 1st January 1995. അങ്ങനെ 1995 ജനുവരി 1 ഗാട്ട് നിലവിൽ വന്നത്. ഗാട്ടും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് ഉള്ളത്? ലീഗൽ സ്റ്റാറ്റസിൽ കുറെ ഇതുണ്ട്. ഗാട്ടിന് അങ്ങനെ പണ്ടൊന്നും ഒരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. എഗ്രിമെന്റ് ഫോം ചെയ്യുന്നത് ഗാട്ടില് ബൈൻഡ് ചെയ്തിരുന്നില്ല, അതിൽ പെർമനന്റ് ആയിട്ടുള്ളതാണ്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ചെയ്യുന്നതിൽ ഡിലേ വന്നിരുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഡിലേ ഒന്നുമില്ല. ഡിസിഷൻ മേക്കിങ്ങില് ഗാട്ടിന് ഡിസ്കഷൻസ് അങ്ങനെ സോൾവ് ട്രേഡ് പ്രോബ്ലംസ് ഇതിനൊക്കെ നെഗോഷിയേഷൻ ഉണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രോപ്പർലി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അവര് ഡിസിഷൻസ് എങ്ങനെ എടുക്കണം അതൊക്കെ പ്രോപ്പർ ആയിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ഏരിയ കവർ ചെയ്തിരുന്നത് ഗാട്ടിന്റെ റൂൾസ് അപ്ലൈ ചെയ്തിരുന്നത് ട്രേഡ് ഇൻ ഗുഡ്സ് ട്രേഡ് ഇൻ സർവീസസ് അതൊക്കെയായിരുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കവർ ചെയ്തത് ട്രേഡ് ഇൻ ഗുഡ്സ് സർവീസസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ആക്കിയിരുന്നു. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗാട്ടിന് സ്മോൾ സെക്രട്ടേറിയറ്റ് ആയിരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ലാർജ് സെക്രട്ടേറിയറ്റ് ആണ്. ഇനി എന്താണ് ഓർഗനൈസേഷണൽ സെറ്റപ്പ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? നിങ്ങളുടെ ബുക്കിൽ ഒരു ഡയഗ്രാം ഉണ്ട്, അതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് അതൊന്ന് നോക്കിക്കോളൂ. അതിൽ മിനിസ്റ്ററിയൽ കോൺഫറൻസ് ഉണ്ട്, അതിന്റെ താഴെ ജനറൽ കൗൺസിൽ ഉണ്ട്, പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ താഴത്തേക്ക് ജനറൽ ഡയറക്ടർ സെക്രട്ടേറിയറ്റ് ഉണ്ട്, പിന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ഉണ്ട്, അങ്ങനെ കൗൺസിൽസ് കമ്മിറ്റീസ് ട്രേഡ് പോളിസീസ് അതൊക്കെ എങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് വരുന്നത്. ഇനി അടുത്തത് വർക്കിംഗ് ഓഫ് എ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഡയറക്ടർ ജനറൽ ഉണ്ടായിരിക്കും, അദ്ദേഹം അപ്പോയിന്റ് മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ് ഓഫ് ദി സെക്രട്ടേറിയറ്റ്, സെക്രട്ടേറിയറ്റിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ സർവീസസ് ഏതിന്റെ ബേസിലായിരിക്കണം, ഏത് റെഗുലേഷൻസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ തീരുമാനിക്കുന്നു. ഒരു ഡയറക്ടർ ജനറൽ ഉണ്ടായിരിക്കും, പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കമ്മിറ്റി ഓൺ ബഡ്ജറ്റിന്, ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ആനുവൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. കമ്മിറ്റി ഇൻ ടേൺ റിവ്യൂ ആനുവൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്. കമ്മിറ്റി ആനുവൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ ജനറൽ കൗൺസിലിനോട് ഫൈനൽ അപ്രൂവിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. ജനറൽ കൗൺസിൽ അഡാപ്റ്റ് ആനുവൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ജനറൽ കൗൺസിൽ ആനുവൽ ബഡ്ജറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ബൈ 2/3 മെജോറിറ്റി അത് ചെയ്യുകയാണെങ്കിൽ accept it. The financial regulation relating to the scale of contributions and the budget are based on the rules and practices of a GATT. World Trade Organization continues the practice of decision making. World Trade Organization follow under GATT 1947, where a decision cannot be arrived at by conscious, the matter is issued by decide. അങ്ങനെ 2/3 മെജോറിറ്റി അതൊക്കെ ഈ ഡിസിഷൻസ് ഒക്കെ അവര് സമ്മതിച്ചാൽ മാത്രമേ ഡിസിഷൻസ് ഒക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്? Its relation in the field of trade and economic endeavor shall be conducted with a view to raising standard of living. എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുക, ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക, ഇഫക്റ്റീവ് ഡിമാൻഡ് ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ മാക്സിമം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്
ടു അലൗ ഫോർ ദ ഒപ്റ്റിമൽ യൂസ് ഓഫ് വേൾഡ്സ് റിസോഴ്സസ്. ലോകത്ത് മുഴുവൻ ധാരാളം ഓരോ രാജ്യങ്ങളിലും നാച്ചുറൽ റിസോഴ്സസ് വളരെ കൂടുതലായിരിക്കും. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി നെക്സ്റ്റ് ജനറേഷനും വേണം എന്നുള്ളത് അനുസരിച്ച് മാക്സിമം ഈ റിസോഴ്സസ് നന്നായിട്ട് യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ടു മേക്ക് പോസിറ്റീവ് എഫേർട്സ് ഡിസൈൻഡ് ടു എൻഷുർ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. പോസിറ്റീവായിട്ടുള്ള എഫേർട്സ് എടുത്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡെവലപ്മെന്റിന്, എസ്പെഷ്യലി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ് ബൈ എൻറ്ററിംഗ് ഇൻ ടു റെസിപ്രോക്കൽ ആൻഡ് മ്യൂച്വലി അഡ്വാൻറ്റേജ് അറേഞ്ച്മെന്റ്സ്. ഈ മുകളിൽ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതർ ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതാണ്. സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഓൺ താരിഫ് ആൻഡ് അതർ എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെന്റ്, ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകേണ്ടതാണ്. അതൊക്കെ അച്ചീവ് ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ആൻ ഇന്റഗ്രേറ്റഡ് മോർ വയബിൾ ആൻഡ് ദുരബിൾ മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റം. നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. ലാസ്റ്റ് ആയിട്ടുള്ളത് ടു എൻഷുർ ലിങ്കേജസ് ബിറ്റ്വീൻ ട്രേഡ് പോളിസീസ്, എൻവയറമെന്റൽ പോളിസീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ട്രേഡ് പോളിസീസും അതോടൊപ്പം തന്നെ എൻവയറമെന്റൽ പോളിസീസും ഒക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ പാർട്ടാകേണ്ടതാണ്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. 5 പ്രിൻസിപ്പിൾസിൽ നോൺ ഡിസ്ക്രിമിനേഷൻ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും. റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ. റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ, ബോത്ത് ദ കൺട്രീസിനെ ബെനിഫിറ്റ് ആകുന്ന തരത്തിൽ. ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ കമ്മിറ്റ്മെന്റ്. ഗാട്ടിന്റെ പോലെയല്ല, ഇവിടെ നല്ല ലീഗൽ ഇതില് നല്ല ബൈൻഡിങ് ഉണ്ടായിരിക്കും. ട്രാൻസ്പാരൻസി ഉണ്ടായിരിക്കും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിനെ പബ്ലിഷ് ചെയ്യാൻ ട്രേഡ് റെഗുലേഷൻസ്, മെയിൻറ്റെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും പോളിസീസിലൊക്കെ ചേഞ്ചസ് വരുമ്പോൾ അത് നോട്ടിഫൈ ചെയ്യുക. മെയിൻറ്റെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എബവ് ഓൾ ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം പ്രിപ്പയർ ചെയ്യാൻ പറ്റും പീരിയോഡിക് ആയിട്ട്. ഇതൊക്കെ ട്രാൻസ്പാരന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സേഫ്റ്റി വാൽവ്സ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഗ്രിമെന്റ്സ് പെർമിറ്റ് മെമ്പേഴ്സ് ടു ടേക്ക് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് എൻവയറമെന്റ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് അനിമൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത്. എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഡിസ്മാൻറ്റ്ലിംഗ് ട്രേഡ് ബാരിയേഴ്സ്, ട്രേഡ് ഫെസിലിറ്റേഷൻ ഒക്കെ സ്മൂത്ത് ആക്കാനായിട്ട് ചെയ്യുന്നതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.